പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഒരു പുതിയ വർഷം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Greetings and best wishes for the year 2026. അതെ, ഈ വർഷം കർത്താവ് എല്ലാ നിലകളിലും നമ്മെ ധാരാളമായി, ധന്യമായി, സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതെ, ഈ വർഷത്തിന് വാഗ്ദത്ത വചനമായി ദൈവാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഈ 2026 വർഷത്തിൻ്റെ ആമേൻ ആദ്യത്തെ സന്ദേശം ആരംഭിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നമുക്കൊരുമിച്ച് വായിക്കാം. യെരേമ്യാവിൻ്റെ പുസ്തകം, യെരേമ്യ പ്രവചനം 33-ാം അധ്യായം, അതിൻ്റെ 14-15 വചനങ്ങൾ. ജെറമയ ചാപ്റ്റർ 33 വേഴ്സസ് 14 and 15. യെരേമ്യ ദീർഘദർശൻ പുസ്തകം 33-ാം അധികാരം അതിൻ്റെ 14-15 വചനങ്ങൾ. മലയാളത്തിൽ വായിക്കുന്നു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. ആമേൻ. ഇംഗ്ലീഷിൽ, The days are coming, declares the Lord, when I fulfill the good promise I made to the people of Israel and Judah. In those days and at that time, I will make a righteous branch sprout from David's line. He will do what is just and right in the land. Amen. தமிழிலே, இதோ நாட்கள் வரும் என்று கர்த்தர் சொல்லுகிறார். அப்பொழுது நான் இஸ்ரவேலின் குடும்பத்துக்கும் யூதாவின் குடும்பத்துக்கும் சொன்ன நல் வார்த்தையை நிறைவேற்றுவேன். அந்நாட்களிலும் அக்காலத்திலும் தாவீதின் நீதியில் கிளையை முளைக்க பண்ணுவேன். அவர் பூமியிலே நியாயத்தையும் നീതിയെയും നടപ്പിപ്പാർ. പ്രൈസ് ദി ലോർഡ്. അതെ, കർത്താവ് വ്യക്തമായി അരുളി ചെയ്യുന്നു, ഈ പുതിയ വർഷം, ഈ 2026, it will be days of fulfillment. അതെ, കർത്താവ് പറഞ്ഞ വചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണ്, നാളുകളാണ്, കാലങ്ങളാണ്. ആമേൻ. கர்த்த சொன்ன நல் வார்த்தைகள், குட் திங்ஸ், நல் வார்த்தைகள் நிறைவேறுகிற நாட்களாக, காலங்களாக கர்த்தர் மாற்றப் போகிறார். கர்த்தர் சொல்லுகிறார், இதோ நாட்கள் வரும், நாளுகள் വരുന്നു. The days are coming. Praise the Lord. Amen. ഡേ ബൈ ഡേ, ഓരോ ദിവസവും, ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം വരുന്നു. എന്നാൽ ഈ വർഷത്തിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ വർഷം പോലെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളല്ല. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഒവ്വൊരു നാட்களிலும் கர்த்தர் சொன்ன ஒவ்வொரு நல்வார்த்தைகள் நிறைவேறப்பட்டுக்கொண்டேயிருக்கும். ஹல்லேலூயா, praise the Lord, hallelujah. நல்வார்த்தைகள் நிறைவேறும். Good things will be fulfilled. Amen, praise the Lord. நல்வார்த்தைகள் நிறைவேறுം. ആമേൻ. നല്ല വചനം നിവർത്തിക്കുന്ന കാലം, നിവർത്തിക്കുന്ന നാളുകൾ വരുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. അതെങ്ങനെയാണ് വരുന്നത്? അടുത്ത വചനം, ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അതാരെക്കുറിച്ചാണ് പറയുന്നത്? ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ളൊരു വാഗ്ദത്തമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. I will make a righteous branch sprout from David's line. ആമേൻ. ദാവീദിൻ നീതിயின் കിളയിൽ മുളയ്ക്കപ്പെടുവേ. അതേ, ദാവീദിൻ്റെ സന്തതിയാൽ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം, അതാകുന്നു ഗോസ്പൽ. ആമേൻ. അതാകുന്നു നற்செய்தி. അപ്പോൾ ആ യേശു കർത്താവിനെ ആമേൻ ഞാൻ ഭൂമിയിലേക്ക് അയക്കുമെന്നുള്ള ആ നല്ല വചനം, ആ നൽ വാർത്ത, ആമേൻ, സ്തോത്രം സ്തോത്രം, അത് കർത്താവ് നിവർത്തിച്ചു എങ്കിൽ, അതേ കർത്തർ നിറവേറ്റിനാർ என்றார், நிச்சயமாகவே
ஆமென். இயேசு கிறிஸ்து நமக்காக இந்த பூமியிலே பிறந்தார். அவர் நமக்காக இந்த பூமியிலே ஆமென் ஸ்தோத்திர பாடுகள் அனுபவித்தார். அவர் நமக்கு ரட்சிப்பை உண்ணும்படியாக அவர் சிற்சையை சிலுவையிலே சுமந்தார். ஆமென். அவர் நமக்காக காயப்பட்டார், நொறுக்கப்பட்டார், நமக்காக மரித்தார், அடக்கம் பண்ணப்பட்டார், நமக்காக உயிரோடு எழுந்து இன்றைக்கு ஆமென் பிதாவின் வலது பாரிசத்திலிருந்து நமக்காக பட்சபாதம் பண்ணி கொண்டிருக்கிறார். ஹல்லேலூயா. ஆமென். He died for us. ஆமென். He rise again for us. ஹல்லேலூயா. அவர் இன்னும் நம்மை சேர்க்க சீக்கிரம் வரப்போகிறார். ஆமென். അപ്പോൾ നമുക്കായി ജനിച്ച്, നമുക്കായി മരിച്ച്, നമുക്കായി അടക്കം ചെയ്യപ്പെട്ട്, നമുക്കായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ വാഗ്ദത്തം നിവർത്തിച്ചു എങ്കിൽ, ഈ நல்ல வசனம் நிவர்த்தியாயெങ്കിൽ, இந்த நல்வார்த்தை கர்த்தர் நிறைவேற்றினார் என்றால், ஆமென், நிச்சயமாகவே இந்த வருஷத்திலே கர்த்தர் நம்மோடு பேசுகிறார். கடந்த நாட்களிலே, கடந்த மாதங்களிலே, கடந்த வருடங்களிலே, காலங்களாக நாம் கேட்டுக்கொண்டிருக்கிற தேவன் சொன்ன நல்வார்த்தைகள் நிறைவேறும். Praise the Lord. ആമേൻ. ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ല, പിശാചിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ. ആമേൻ. ഹിസ് വേർഡ് വിൽ ബി ഫുൾഫിൽഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 20, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 32. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, He who did not spare his own son but gave him up for us all, how will he not also along with him graciously give us all things? Amen. ரோமர் 8:32 வாசிக்கிறோம். தம்முடைய சொந்த குமாரன் என்றும் பாராமல் நம்ம எல்லாருக்காகவும் அவரை ஒப்பு கொடுத்தவர் அவரோடு கூட மற்ற எல்லாவற்றையும் നമുക്ക് അരുളാതിരുപ്പത് எப்படி? ആമേൻ. മലയാളത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, റോമർക്കെഴുതിയ ലേഖനം 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, ആ യേശു കർത്താവിനെ നൽകും. യേശു കർത്താവിനെ ഭൂമിയിൽ ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി അയക്കും. ആമേൻ. നമ്മെ യേശു കർത്താവ് രക്ഷിക്കും എന്നുള്ള വാഗ്ദത്തം കർത്താവ് നിവർത്തിച്ചു എങ്കിൽ അതോടുകൂടെ അവനോടുകൂടെ അവരോടുകൂടെ ഹല്ലേലൂയ along with him graciously കർത്താവ് നമുക്ക് എല്ലാം നൽകും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിട്ടൊരു ജീവിതം നയിക്കുമ്പോഴെല്ലാം ആ യേശുവോട് കൂടെ പറ്റിച്ചേർന്ന് ആ യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ ക്രിസ്തുവിൻ അൻപിലെ നിലയ്ക്ക് നിൽപ്പോമാനാ, ക്രിസ്തുവിൻ ഉപദേശത്തിലെ നിലയിൽ നിൽപ്പോം என்றால் ആമേൻ, ആമേൻ, അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുന്നു എങ്കിൽ നിശ്ചയമായി ആമേൻ അവനോടുകൂടെ യേശുവോടുകൂടെ എല്ലാം കർത്താവ് നമുക്ക് നൽകി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തുന്നു, ഇതോ ആമേൻ നാളുകൾ വരുന്നു, ഇതോ നാட்கள் வருகிறது. ആമേൻ. The days are coming, the days are coming. ആമേൻ. Was the days are ആമേൻ fulfillment. Hallelujah. ആമേൻ. Days of fulfillment. நிறைவேறுதலின் நாட்கள், நிறைவேறுதலின் காலங்கள், நல்வார்த்தைகள் நிறைவேறுகிற நாட்கள். ஹல்லேலூயா. நல்ல വചനങ്ങൾ നിവർത്തിക്കുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വരുന്നു. ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, ഏറ്റെടുക്കാം, വചനം സ്വന്തമാക്കാം, വചനപ്രകാരം ജീവിക്കാം. കർത്താവിന്റെ വാർത്തയിൻപടി നമ്മെ ഓരോരുവരെയും ആശീർവദിപ്പാറാക. മേ ഗോഡ് ബ്ലെസ് യു ആൾ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ കർത്താവെ, യഥാർത്ഥമായി ഇസ്രായേലിനെ പോലെ യഹൂദായെ പോലെ സ്തുതിക്കുന്ന ജനങ്ങളായി ഉയർത്തിരിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആമേൻ വേർപെട്ടൊരു ജീവിതം നയിക്കുന്ന ദൈവമക്കളായി ഞങ്ങൾ പുതിയൊരു അനുഭവത്തിൽ മുന്നേറുവാനും അങ്ങ് ഞങ്ങളോട് പറഞ്ഞ നല്ല വചനങ്ങൾ നിവർത്തിക്കുന്ന കാലം, നിവർത്തിക്കുന്ന നാളുകൾ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. Hallelujah. We are the chosen people, God. Hallelujah. ആമേൻ. നാங்கள் தேவனால் தெரிந்து கொள்ளப்பட்டவர்கள், பிரித்தெடுக்கப்பட்டவர்கள். Hallelujah. அந்த உணர்வோடு கூட பரிசுத்தமாக உமக்கு பிரியமானபடி வாழ்ந்து கர்த்தாவே நீர் சொன்ன அந்த குட் திங்ஸ் எல்லாம் எங்கள் வாழ்க்கையிலே கர்த்தர் ஃபுல்ஃபில் ஆகிற கிருபைகளுக்காக நன்றியோடு துதிக்கிறோம். கர்த்தர் பெரிய காரியங்களை செய்கிறதற்காக ஸ்தோத்திரம். இந்த வார்த்தையை கேட்டுக்கொண்டிருக்கிற ஒவ்வொருவரை கர்த்தர் ஆசீர்வதிப்பீராக. தாழ்த்தி ஒரு ஒப்பு கொடுக்கிறோம். இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். எங்கள் ஜெபத்தை கேளும் நல்ல பிதாவே. Amen, amen, amen. May God bless you all. Wishing you a happy and blessed New Year. Amen.